ഭയങ്കര സ്പീഡിലല്ലേ പോകുന്നു. ഒരു മൈൻഡ് എന്തോ അത്യാവശ്യമായിട്ട് പോവുക. കംസനാടാ താടിയും മുളച്ചതിനകത്തിരി. പോട്ടെ, അത് തട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മള് ഭയങ്കര ദേഷ്യക്കാരാണ്. ആരെങ്കിലും ഒരാള് ഇത് വലിയ വണ്ടി ഇതിലൊന്നും തട്ടാൻ പറ്റൂല. അയ്യോ വണ്ടി ഇടിച്ചിട്ടേ. എന്നിട്ട് പണിക്കാരെ കിട്ടിയാ? കോൺട്രാക്ട് കൊടുത്താ? അത് നന്നായി. തറവാട്ടിലെ എല്ലാ വാതിലുകളും പൊളിഞ്ഞു കടാറായി. നല്ല മരങ്ങളാണ് സർവീസ് ചെയ്യേണ്ടത്. എന്നിട്ട് കിട്ടിയല്ലേ? ഓ മണി ഒന്നും മാറിയില്ലേ? മണി ഒരു മിനിറ്റ്, ഞങ്ങൾ കളിക്കല്ലേ? എന്റെ പൊന്നമ്മ, മുറ്റത്ത് ഇത്രയും സ്ഥലം കിടന്നിട്ട് ഞങ്ങൾ കളിക്കുന്ന ഇടയ്ക്ക് മാത്രമേ അമ്മയ്ക്ക് ഫോൺ വിളിക്കാൻ കണ്ടോളാം. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ വേറെ പോയി മറിയുന്നോ? എന്റെ മണി, മോള് പറഞ്ഞാല് കാര്യമുണ്ട്. അവൾ വല്ലപ്പോഴും ഒരിക്കലാണ് ശരീരം ഇളകുന്നത്. അത് ഈ ഷട്ടിൽ കളിക്കുമ്പോഴാണ്. ഞാൻ വല്ലപ്പോഴും ഒരിക്കൽ ഫോൺ വിളിക്കാറുണ്ട്. മണി മാറിയില്ല, മോള് പറഞ്ഞ ശരിയാണ്, മാറില്ല. ഞങ്ങൾ കളിക്കും. ഞാൻ ഇവിടെ നിൽക്കും, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് കളിച്ചോ, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി കളിച്ചോ. ഒന്നുകൂടെ പറഞ്ഞു. ഇതെന്ത് കഷ്ടം. ആ പോയി മോള് കളി. മോള് വാ. ആ അച്ഛൻ പറയാ. ഇനി ഇടയ്ക്ക് അറിയുണ്ടല്ലോ. ആ എന്നിട്ട് ശ്രദ്ധിച്ച്. ഓക്കെ. കൊള്ളാലോ നീ. അയ്യോ തന്നെ, ഞാൻ അറിഞ്ഞില്ല ഏട്ടാ. അയ്യോ കഷ്ടമായിപ്പോയത്. ബാക്ക് വീശുമ്പോ കയറി കൊള്ളു. ഇനി ഓരോ കഷ്ടകാലം വരുമ്പോ എന്തോ ചെയ്യാൻ പറ്റുമല്ലോ. കുഴപ്പമില്ല, ഇത് എങ്ങോട്ടൊക്കെ അടിച്ചു കളയാം. പിന്നെ അങ്ങനെ അങ്ങ് പോവും. എന്നിട്ട് അയ്യോ അയ്യോ. റെഡി? മണി മണി മനുഷ്യനെ കൊല്ലാനായിട്ട്. എന്നല്ല, ഞാനല്ല. അപ്പോഴുണ്ടല്ലോ, ഞാൻ നോക്കിക്കോ. നിനക്ക് കിട്ടും, നോക്കിക്കോ. നോക്കട്ടെ, ഭാഗത്ത് നോക്കാം. അയ്യോ, ഇതാരുടെ വണ്ടി? ഇത് പിടി, ഇത് പിടി, ഇത് പിടി. ഇതാരുടെ വണ്ടി? അങ്ങനെ പോയത്? മണി, വണ്ടി കണ്ട എവിടെ കൊണ്ട് ഇടിച്ചിരിക്കുന്നു? ഇടിച്ചിരിക്കുന്നു. വീണോ അവള്? എല്ലാരും വണ്ടി കൊണ്ട് പോയിട്ട്. മോളെ റിങ്കി. അമ്മ 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 എനിക്ക് അറിയാണ്ട് പറ്റിയാണമ്മ. അബദ്ധം പറ്റിപ്പോയതാണ്, മലപ്പുറമൊന്നുമല്ല. റിങ്കി എവിടെ? റിങ്കി എവിടെ? റിങ്കി മോളോട്ട് ഇറപ്പി. അവളൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യില്ല. റിങ്കി, റിങ്കി, മോളെ റിങ്കി, ഇങ്ങ് വന്നേ. അച്ഛനെ തല്ലല്ല അച്ഛാ. ഇങ്ങ് വന്നേ, ദേഷ്യം പിടിപ്പിക്കോണ്ട് ഇറങ്ങി വാ. അച്ഛാ പ്ലീസ്. വല്ലതും പറ്റിയ നിനക്ക്? ഇങ്ങോട്ട് വാ. വല്ലതും പറ്റിയാ? എന്ത് സംഭവിച്ചത്? ഇതാരുടെ വണ്ടി? വണ്ടി? ഈ വണ്ടി ആരുടെ? അത് പിന്നെ അച്ഛാ, ഞാൻ ഈ വണ്ടി ആരുടെ? ആരുടെ വണ്ടി പറ. അത് പിന്നെ ഞാനേ. അത് പിന്നെ ഞങ്ങള് ആരുടെ വണ്ടി? താളം ചവിട്ടാതെ കാര്യം പറയും. എടി ഇതാരുടെ വണ്ടി? അച്ഛാ തല്ലല്ലേ അച്ഛാ. നീ പറ. പറയാ, ഇതെന്റെ ഫ്രണ്ടിന്റെ വണ്ടിയാണേ. വണ്ടി ഇടിച്ചാ? വണ്ടിയിൽ നിറയെ അടയാളം ഉണ്ടല്ലോ ഇടിച്ചായിട്ട്. എന്ത് സംഭവിച്ചത്? അത് ഞാൻ മധുവാലം റോഡ് വഴി ഈ വണ്ടിയും കൊണ്ട് പോയി. അപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോ വന്നു. അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചാണേ. ഓവർടേക്ക് ചെയ്തു. എന്ത് സംഭവിച്ചു? എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടൻ വന്ന് ചാടി. അങ്ങനെ ഞാൻ ഇടിച്ചിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾക്ക് ബോധമില്ല.
ആൾക്കാരൊക്കെ കൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ അവിടെ ഇട്ടിട്ട് പോന്നോ? ദൈവമേ. ചേച്ചി ഇങ്ങ് വാ. ഇത്ര നിസ്സാര കാര്യത്തിൽ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എന്തോ ചെയ്യും? സിമ്പിൾ കാര്യമ്മ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. മോട്ടോർ വെഹിക്കിൾ ആക്ട് 31 പ്രകാരം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കും. രണ്ടാമത് IPC 279 വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി, ഹിറ്റ് ആൻഡ് റൺ. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഉണ്ട്, മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ, IPC 304A. പിന്നെ അച്ഛനും ഉണ്ടൊരു സംഭവം, ലൈസൻസ് ഇല്ലാത്ത മോക്ക് വണ്ടി ഓടിക്കും. എന്റെ വണ്ടി അല്ലല്ലോ. അച്ഛനെ വണ്ടി അല്ലെന്ന് കണ്ടുപിടിച്ച് വരുമ്പോ അച്ഛന് ജയിലിൽ കയറുന്ന അഴിയണ്ട. അല്ല, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. മാമനെ വിളിച്ച് ഇവരെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പുണ്ടാകും. നോക്ക് മണി, ഇതൊന്നും ഞാൻ അറിയാത്ത കാര്യം. ഇതെല്ലാം എന്റെ തലയിൽ തന്നെ വരും. നിന്റെ അടുത്ത് 1000 വട്ടം പറഞ്ഞിട്ടില്ലേ ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കല്ലെന്ന്. അച്ഛൻ ഞാൻ അധിക ദൂരം ഒന്നും പോയില്ല അച്ഛാ. അയ്യോ, അവളുടെ വണ്ടി വൈകിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് വന്നതാണ് ആവശ്യത്തിന്. ചേച്ചി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ടു പോയി. ദൈവമേ, ആ ചേട്ടനും എല്ലാം പറ്റിയാന്തോ. നിന്റെ അല്ലയോ ഇടി, എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയല്ല, പപ്പടം പൊടിയണ പോലെ പൊടിഞ്ഞാണ്. പിങ്കി ശവത്തി കുത്താറടി. അച്ഛാ എന്തെങ്കിലും ചെയ്യച്ചാ. അതെ, നമ്മള് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. മണിക്കുട്ടി ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് വരാൻ പറയട്ടാ. വേണ്ട മണിക്കൂട്ടം വേണ്ട, ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാം. ഇനി മണിക്കൂട്ടം വന്ന് ഞാൻ ഇടി കൊണ്ടവനെ പിടിച്ചിട്ട് അവനെ ഇടിച്ച് പിന്നെ അതും ഒരു കേസായി. അതാണ് അതും എന്റെ തലയിൽ വരും. വേണ്ട. പിന്നെ എന്തോന്ന് ചെയ്യും? അച്ഛൻ ഞാൻ പുലിനട വീട്ടിൽ കുറച്ച് ദിവസം പോയി നിക്കട്ടോ. അകത്ത് കയറിയിരിക്കാതെ ഇറങ്ങി വേണോ? അതെ, പുലിനട വീട്ടിൽ പോവേണ്ടി വരൂല, പോലീസ് എത്തിക്കഴിഞ്ഞു. അയ്യോ എന്തോന്ന് സംഭവിക്കും ഇനി? വലിയ മാളത്തിരിക്കുന്നതാണത് എല്ലാം. അകത്ത് ഒരെണ്ണം പോലും വെളിയില്ല. ഈ വണ്ടി വെച്ചല്ലേ എന്നെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. എന്തോ എഴുതി വെച്ചേക്കുന്നു, പാത്തിമ്മയുടെ വണ്ടി. പോലീസൊന്നും ഞാൻ ആരെയും കണ്ടില്ലല്ലോ. ചിലപ്പോ ഫ്രണ്ടിൽ നോക്കിട്ട് കാണാത്തോണ്ട് ബാക്കിൽ എങ്ങാനും പോയി കാണൂ. ഇതായി നിങ്ങളാര്? നിങ്ങളായിരുന്നു റോഡ് സൈഡിലൂടെ വളരെ ഡീസന്റ് ആയി പോയി എന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് കൊല്ലാൻ നോക്കി ഈ കൊച്ച്. എന്നിട്ട് അത് ചോദിക്കാൻ നിങ്ങളായിരുന്നു? അത് പറയാൻ എന്റെ അടുത്ത് നിങ്ങളാര്? എന്ത് ചോദ്യം നിങ്ങളാര്? മക്കളെ, ഇതാണ് ആള്. ആണച്ചാ. മണി, ആള് കള്ളു കുടിച്ചിട്ടുണ്ട്. പ്രശ്നം തന്നെ ഇത്. ഇത് കള്ളു കുടിച്ചല്ല, അവളെ വണ്ടി വന്ന് ഇടിച്ചിട്ട് വെളുപോയതാണോ? നിന്ന് പെറുപിറുക്കാതെ ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കണം. എന്നോട് വേണം വീട്ടുകാരെ അനാവശ്യം പറയുന്ന അത് കഥ അനാവശ്യം. റോഡ് സൈഡിലൂടെ വളരെ ഡീസന്റ് ആയി പോയോണ്ടിരുന്ന എന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് കൊല്ലാൻ നോക്കിയത് അത് ഒരു പ്രശ്നമില്ല. ഈ പറയുന്ന ഞാനാണ് അനാവശ്യം പറഞ്ഞല്ലേ? അതാണ് നിങ്ങള് പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്താ ചെയ്യാം? അത് ന്യായം. എന്തോ ചെയ്യാൻ പോണു? 10-200 കൊടുത്ത് ഒഴിവാക്കാം മണി. അതാ നല്ലത്, പെട്ടെന്ന് ഒഴിവാക്കി വിട്ടു, അല്ലെങ്കിൽ ഇത് തലവേദനയാവും നമുക്ക്. ചെയ്യും പറഞ്ഞത് ഒതുക്കി വീട് കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു വിടണം കേട്ടോ, അല്ലെങ്കിൽ പണിയാവും കേട്ടോ. എന്റെ കൈ ഒടിഞ്ഞിരിക്കുക. കൈ ഒടിഞ്ഞിരിക്കുവാന്ന്. നിങ്ങളുടെ കൈക്ക് നേരെ തുറച്ചൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കാഴ്ചയിലും പ്രശ്നമൊന്നുമില്ല. അല്ല, നല്ല ഒടിഞ്ഞിരിക്കുവാന്ന്. ഞാൻ പിന്നെ കാണിക്കാത്തല്ലേ, എനിക്ക് ഡോക്ടറെ കാണിക്കണം. പൈസ എടുത്തോണ്ട് വെക്കണെന്ന് വെച്ചാ. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വീടച്ചാ, അല്ലെങ്കിൽ പണിയാവും. എന്തെങ്കിലും ഒന്നും കൊടുക്കാൻ പറ്റില്ല, 10-100 ഒതുങ്ങത്തില്ല കേട്ടോ. ഓ, എവിടെ പോണോ? അവിടെ നിന്നാ മതി, പൈസ എടുത്തോണ്ട് വരും. ശരിയാ, ചിലപ്പോ സെക്രട്ടേറിയറ്റ് ഇടിഞ്ഞ് തലയെ കൂടെ വീണാലോ. നമ്മളിവിടെ നിന്നോളാവേ. ചേച്ചി, മാതിരി വള്ളിക്കേസിനൊക്കെ എവിടെ നിന്ന് കിട്ടണം? അങ്ങളുടെ പേരെന്താ? എവിടെ നിന്ന് വരുന്നു? മധുപാലത്തിനടുത്ത്. അപ്പൊ പേര്? അതാ കൊച്ചെ പറഞ്ഞ പേര് മധു. പാലത്തിനടുത്താ വീടെന്ന്. നോക്കി നീ മണി, ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഇതിരിക്കട്ടെ. 200 രൂപ കൊള്ളാം. എന്താ ഡോക്ടർക്ക് ഇനി ഒരു 2 കൊല്ലം ഹോസ്പിറ്റലിൽ വരണ്ട. ഞാൻ ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ കൊടുത്തു കഴിഞ്ഞാലേ അവിടെ ഇരുന്ന് പുള്ളിക്ക് ജീവിക്കാനുള്ളതുണ്ട്. ഇത് കൊണ്ടാണ് ഇത് എനിക്ക് ഇത് ബാൻഡേജ് മേടിക്കാൻ ഇത് പ്ലാസ്റ്റർ ഇടണ്ടേ. ഇതും കൂടെ കയ്യിൽ വെക്കണം. ഇരിക്കട്ടെ. പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാ പിന്നെ ചെയ്യാം. 300 രൂപ എന്താന്ന് വെച്ചാ പിന്നെ ചെയ്യാന്ന്. അത് ന്യായം. പിന്നെ ചെയ്യണം, ഒരു വരവും കൂടെ വരേണ്ടി വരും കേട്ടോ. ശരി, ഇപ്പൊ നിങ്ങൾ പോണം. ഓക്കെ. മോളില്ല, ഒന്നുമില്ല.
ഇതേ ഒരു നടക്ക് പോകും തോന്നണില്ല. അയാൾ വരും, പ്രശ്നം ഉണ്ടാക്കി ഇനി അയാൾ വരാനും പോണില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഈ വണ്ടി എന്നല്ല ഒരു വണ്ടിയും ലൈസൻസ് ഇല്ലാതെ എടുക്കരുത് കേട്ടോ. ഇല്ലച്ചാ. ദൈവമേ, എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ പറഞ്ഞു. അച്ഛാ എന്റെ കൈ വയ്യ. മണി, കൊച്ചിന്റെ കൈ നീരുണ്ട് മണി. നീരല്ലത് കൊഴുപ്പായിരിക്കും. മോളെ ഒരു കാര്യം ചെയ്യ്, നീ റെഡിയാവും. മണി വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടോ. മക്കളെ വാ, വാ. ഡ്രസ് ചെയ്തിട്ട് വാ. വാ, വാ. ഒടിഞ്ഞോ എന്തോ ഓടി ഓടുന്നു. എന്നെക്കൊണ്ടല്ലോ. തൊടല്ലേ. ഞാനും വലുതാവുമ്പോ ഇതുപോലത്തെ ഒരു കഥ എഴുതും. പക്ഷെ എന്റെ പേരാണ് പ്രശ്നം. പിങ്കി രവീന്ദ്രനാഥ്. പട്ടികൾക്ക് ഇടുന്ന പോലത്തെ പേരല്ല. ഈ പേര് കണ്ടില്ലേ? ജിജി കലാമന്ത്. കുമ്മായിരിക്കണം. ഞാൻ ഒരു പുതിയ പേര് കണ്ടുപിടിക്കേണ്ടി വരും. ആദിത്യ രവീന്ദ്രനാഥ്. കുഴപ്പമില്ല. മക്കളെ, മോളെ, ഞങ്ങളെ ചേച്ചിയെ കൊണ്ട് ആശുപത്രി പോകണം കൈ കാണിക്കാൻ. അപ്പോഴേ ഇവിടെ മുകിൽ ചന്ത് വരും. അപ്പൊ നമ്മുടെ മുകിലെ മുകിൽ ചന്ത് വരുമ്പോ അവനെ കൊണ്ട് ഇവിടെ എല്ലാം തൂക്കണം കേട്ടോ, ക്ലീൻ ചെയ്യിപ്പിക്കണം. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിപ്പിക്കണം കേട്ടോ. അവന് ഈ കാശും കൊടുക്കണം. ശരി, നമ്മളവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. അതെ, നമ്മൾ വരാൻ ലേറ്റ് ആവുകയാണെങ്കിലേ ഈ ഭക്ഷണം എടുത്ത് കഴിച്ചോളണം കേട്ടോ. കഴിക്കാം. അതേപോലെ അകത്ത് കയറിയിട്ട് വാതിൽ അടച്ചിട്ട് കുറ്റിയിട്ടിരിക്കണം. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തുറന്നൊന്നും കൊടുക്കരുത് കേട്ടോ. ശ്രദ്ധിച്ചോളണം. കിടന്നു ഉറങ്ങുന്ന ചെയ്യല് ബോധമില്ലാതെ. ചെല്ലു, അത് ഇവിടെ ഇരിക്കണ്ട കേട്ടോ. പോയിട്ടെ. അത് വരി. ഓ അകത്ത് 500 രൂപ. ഇവിടെ മൊത്തം ഞാൻ വൃത്തിയാക്കി. 500 രൂപ എനിക്കെടുക്കാമായിരുന്നു. നോക്കാം. അയ്യോ അയ്യോ. ഒരുപാട് പണിയുണ്ട്, പണിയെടുക്കാൻ വയ്യ എനിക്ക്. അയ്യോ. പുലിപ്പെണ്ണ കുറച്ചെന്നെ മൊബൈൽ നോക്കാം. അച്ഛനല്ലേ മോളെ? അച്ഛനും എല്ലാരും കൂടെ പുറത്തോട്ട് പോയി. ആ വണ്ടി കൊണ്ടോ? അല്ല, ആ വണ്ടി കൊണ്ടല്ല, ഓട്ടോയിൽ. ഓ, നാട്ടുകാർ രക്ഷപ്പെട്ടു. അല്ല, അച്ഛ എപ്പോ വരും മക്കളെ? അച്ഛ എപ്പോ വരും? കുറച്ച് കഴിയുമ്പോ വരുമായിരിക്കും. ആണല്ലേ? അങ്ങനെ വീണ്ടും പൈസക്ക് വന്നായിരിക്കും അല്ലയോ? എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ വേണം കുട്ടികൾ. താങ്ക്സ്. പിന്നെ മക്കളെ, ഡോക്ടറെ കാണിച്ചു. ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയാ? അല്ല, ആശുപത്രി വാതുക്കല്ലേ മക്കളെ. അപ്പൊ പോയപ്പോ ഒന്ന് കാണിച്ചു. ഡോക്ടർ പറഞ്ഞ എന്താന്നറിയാവോ? അങ്കിളിന്റെ ഈ കൈ ഓപ്പറേറ്റ് ചെയ്ത് കമ്പി ഇടണോന്നാ പറഞ്ഞു. ഒത്തിരി പൈസ ചെലവാകും മക്കളെ. ഈ കൈയാ? അതെ. നേരത്തെ പ്രശ്നം ഈ കൈയിലായിരുന്നു. ഈ കൈക്കും പ്രശ്നം ഉണ്ടായിരുന്നു മക്കളെ. ഞാൻ അപ്പഴീ കൈ കാണിച്ചെന്നല്ലേ ഉള്ളൂ. എല്ലാ സമയവും ഞാൻ എല്ലാ കാര്യവും പറയണമെന്നുണ്ടാ മക്കളെ. എല്ലാ കാര്യത്തിലും ലോജിക്ക് പിടിക്കാൻ മക്കൾ നിൽക്കല്ലേ കേട്ടാ. മക്കളെ കൊച്ചാണ്, വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. ഇനി റിപ്പീറ്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ നേരത്തെ 300 രൂപ തന്നില്ലായിരുന്നു, അതെന്ത് ചെയ്തു? അയ്യോ, എന്നെ പോലെ ഒരുത്തൻ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേ, വാതുക്കലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഓടിക്കൊണ്ട് വന്നു പറഞ്ഞു വെള്ളം കുടിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ഈ 300 രൂപ കൊടുത്തു. 300 രൂപ വെള്ളം കുടിക്കാൻ കൊടുത്താ? എന്തൊരു കുടിയാണെന്ന് ആർക്കറിയാം. അങ്ങോട്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട് മക്കളെ. മക്കളെ, ഈ കൈ കൊണ്ട് ഇനി എനിക്ക് പണിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ കുടുംബം പട്ടിണിയാവും മക്കളെ. അതല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആവും. അച്ഛന്റെ മോള് തന്നെ. എപ്പോ വരും മക്കളെ അച്ഛൻ? എപ്പോ വരും മക്കളെ അച്ഛൻ? കണ്ട, ഭയങ്കര വേദനയാ. അങ്ങോട്ട് ഒരു സാധനം എടുക്കാൻ പറ്റും. കുനിഞ്ഞിന് പറ്റുന്നില്ലല്ലേ? ഇത് പിടിച്ചോ, കുനിയണ്ട അധികം. എണീറ്റോ. എണീക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ മക്കളെ. പിന്നെ അച്ഛൻ വരുമ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം മക്കളെ. പിന്നെന്തെല്ലാം ഞാൻ മനസ്സിലാക്കി കൊടുക്കും. എന്തെങ്കിലുമൊക്കെ കേട്ടാ. ഒട്ടും വയ്യ അങ്കിൾ. അയ്യോ പാവം. അങ്കിളെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും എന്റെ ഭാര്യയും പിന്നെ മോളും മക്കളെ. ഇവിടെ മോളെന്ത് ചെയ്യുന്നു? മോള് ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കുന്നോ?
പേരെന്താ? പേര് വീണ. മോള് പഠിക്കുന്നില്ലേ ഇപ്പം? പഠിക്കാൻ പോകുന്നുണ്ടോ? ആ, ഞാൻ പഠിക്കാൻ പോകും. എന്താ പഠിക്കുന്ന? +2. +2 ആ? ഇങ്ങോട്ട്. നിങ്ങൾ ഭയങ്കര വൃത്തിയാണല്ലോ. ഇവിടെ ആ, കുഴപ്പമില്ല. ഒട്ടും വയ്യ, വരുന്നുണ്ടോ നോക്ക്. നോക്കണം. അങ്ങനെ മൊത്തം ചെയ്താൽ എനിക്ക് വേറെ കുറച്ച് പരിപാടി കൂടെ ഉണ്ട്. മൊത്തം ചെയ്യാം. ചെയ്തു. പിന്നെ കൈവേന പോവും. അല്ല വരുന്നുണ്ടോ? വന്നിട്ട് പോണോ? അച്ഛൻ വന്നേച്ചേ. എന്നിട്ടല്ലേ പോവാൻ പറ്റൂ. വരുന്നവരെ ചെയ്തോ. മക്കള് പറയണേ, കാര്യമായിട്ട് പറയണേ. പിന്നെന്ത്, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. അവന്റെ അവസ്ഥ പറയണേ. എന്തോ മൊത്തം പൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഇവിടെ ഓസൊന്ന് വലിച്ചിട്ട്. ഓക്കെ. ഇത് പിടിച്ചോ. ഞാൻ തുറന്നിട്ടുണ്ട്. ഒന്ന് വെള്ളം നനച്ചേ. വെള്ളം വരുന്നുണ്ടോ? ഇല്ല. എന്താന്നറിയില്ല, എന്റെ വീടായോണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അയ്യോ, മഴ. അയ്യോ, ചെയ്തു. അല്ല, ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ. അങ്കിൾ, ഈ ചെടിച്ചട്ടി ഇതൊന്നും നമുക്ക് എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് തൂക്കാം. അയ്യോ, അച്ഛല്ലേ? മതി. ഇതേ ഇവിടെ ചവറുണ്ട്. അങ്കിൾ, ചൂലെവിടെ? മൊത്തം എന്നെ കൊണ്ട് തുപ്പിക്കാനുള്ള പരിപാടി. അങ്കിൾ, ഈ പഞ്ചായത്ത് മൊത്തം ഞാൻ കോർപ്പറേഷനിലെ പണിക്കാരനൊന്നും അല്ലല്ലോ. നമുക്ക് അല്ല, ഇത് അവരിത്രയും സമയമായിട്ട് വന്നില്ലോ. വരും. ആശുപത്രി പോയിട്ട് വരാൻ സമയം വേണ്ടേ? എന്നാലും ഇത് ഇത്രയും സമയമുണ്ട്. എവിടെ പോയി ഇത്രയും സമയം? ആശുപത്രി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നോളൂ. ഇത്രയും എന്തെല്ലാം ജോലി ചെയ്തു ഇവിടെ. അങ്കിള് പറഞ്ഞു വെച്ച് നോക്കുമ്പം അങ്കിളുടെ മോൾക്ക് എന്റെ അതേ പ്രായമാണ് അല്ലേ? അങ്കിളുടെ വൈഫ് കഷ്ടപ്പെട്ടിട്ടാണ് കുടുംബം നോക്കണേ. ആണോ? അങ്കിൾ ഇതുപോലെ കുടിച്ച് റോഡിൽ എവിടെയെങ്കിലും കിടന്ന് അങ്കിളിന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ കുടുംബത്തിന് പിന്നെ ആരുണ്ട്? ആരുമില്ല. അങ്കിളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അങ്കിൾ ഇന്നേ വരെ അങ്കിളുടെ മോളുടെയോ അങ്കിളുടെ വൈഫിന്റെയോ സന്തോഷം കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാ അങ്കിൾ ഇന്നൊന്ന് ആഗ്രഹിക്കണം. അങ്കിൾ ഈ മദ്യം എല്ലാം കൂടെ കുടിച്ചു കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേകതര സന്തോഷം കിട്ടും എന്നൊക്കെ ഞാൻ പറയാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ? ആ സന്തോഷത്തിനെ കാട്ടിയും വലുതാണ് അങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം. അറിയോ അത്? അറിയില്ലല്ലോ. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ അച്ഛൻ വരുമ്പോഴേക്കും അങ്കിള് ചോദിക്കുന്ന കാശ് മൊത്തം ഞാൻ എന്റെ അച്ഛൻ്റെ വെച്ചു. ഓക്കെ? അയ്യോ ഇല്ലങ്ങളെ, ഒരു മിനിറ്റ്. ഇത് പിടിച്ചു. വേണ്ട. അങ്കിൾ ഇത്രയും ജോലി ഇവിടെ ചെയ്തില്ലേ, അതിനുള്ള കൂലിയായിട്ട് കാണാതെ കണ്ടാ? അല്ല, അത് വേണ്ട. അങ്കിള് വെച്ചോ. അങ്കിള് മോള് തരണോന്ന് വിചാരിച്ചത് വെച്ചോ. ശരി മോളെ, പോട്ടെ. മോളെ, പിങ്കി, മക്കളെ, കുടിയൻ വന്നിട്ടേ എന്ത് പറഞ്ഞു? അയാൾ വന്നിട്ട് അവിടെ കണ്ടല്ലോ. അതെ, അയാള് ഞങ്ങളടുത്തൊന്ന് സോറി ഒക്കെ പറഞ്ഞിട്ട് പോയി. ഇനി ഇങ്ങോട്ട് വരേയില്ലെന്ന് പറഞ്ഞു. അയാൾ എന്ത് പറഞ്ഞേ? നിന്നോട് വാതിലടിച്ചിടാൻ പറഞ്ഞല്ലേ ഞാൻ?
പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. നീ അയാളെ തല്ലിയ? ഞാനോ? ഞാൻ തല്ലിയിട്ടൊന്നുമില്ല. അച്ഛാ ഇവിടെ ഇരി. ചില സമയത്തെ ശത്രുക്കൾ മിത്രങ്ങളാവും, കേട്ടിട്ടില്ലേ? ഞാൻ അയാളെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു, അത്രേ ഉള്ളൂ. മിടുക്കി മോളെ. മുകിൽ ചന്ത് വന്നല്ലേ? അവ ഇത്ര പെട്ടെന്ന് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്താ? നല്ല നീറ്റ് ആയിട്ട് എടുക്കണല്ലേ? ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പണി. കൊള്ളാം, വൃത്തിയായി. അമ്മ, ജോലി ചെയ്യാനേ ദൂരെയുള്ള ബംഗാളിയെ കാട്ടിയും എന്തുകൊണ്ടും നല്ലത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കണ മലയാളിയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ എന്തോ പോലെയാണ്. അപ്പൊ നീ പറഞ്ഞു വന്നത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തത്